നമ്മുടെ സംസ്ഥാനത്ത് അല്ല രാജ്യവ്യാപകമായി ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് വാഹനം എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 102 രൂപയ്ക്കോ അല്ലെ 115 രൂപയ്ക്കോ പെട്രോൾ അടിച്ചിട്ട് നമ്മളിവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ 2 ദിവസം യാത്ര കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പമ്പിലേക്ക് എത്തുമ്പോൾ ഈ 2 രൂപയെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു 117 എന്നുള്ള നിലയിലേക്കോ 118 എന്നുള്ള നിലയിലേക്കോ നമ്മൾ ഈ പണം വീണ്ടും കൊടുക്കേണ്ടി വരും. ഒരു യാത്രയിൽ തന്നെ പലപ്പോഴും നമുക്ക് പല വിലയ്ക്ക് കൂട്ടി നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്ന ഗതികേട്. ഇപ്പം നമുക്ക് നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കാര്യം എവിടെ വെച്ചാണ് എപ്പോഴാണ് ഇന്ധനവില കൂടിയെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളൊരു തുക കൊടുക്കുന്നു, അതിന് ഇപ്പോൾ 1000-1500 രൂപയ്ക്കോ നിങ്ങൾ പെട്രോളോ ഡീസലോ അടിക്കാൻ പറയുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി ഓടി വന്നപ്പോൾ കിട്ടിയ മൈലേജ് കിട്ടണമെന്നില്ല. കാര്യം പെട്രോളിലും ഡീസലും കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇന്ധനവില കൂടുന്നത്. ഈ ഇന്ധനവില കൂടുമ്പോൾ ഈ ഇന്ധനവിലയാണ് അടിസ്ഥാന വില എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ ഇതിനു മുമ്പ് തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പം ഈ ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടിക്കഴിയുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മോഡിറ്റികൾക്ക്, നമ്മളുടെ അവശ്യ വസ്തുക്കൾക്കെല്ലാം വില കൂടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നികുതി അധിക വരുമാനം വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സർക്കാരിന് ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യം ഈ പറയുന്ന സർക്കാരിനുണ്ടാകണം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്നാൽ നിലവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെട്രോൾ വില വർധനവ് ആ സമയത്തുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണവില കൂടുമല്ലോ. ഉണ്ടായ സമയത്ത് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡീസൽ വില വർദ്ധിക്കുന്ന അല്ലെ പെട്രോൾ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. ദിവസം എത്ര കഴിഞ്ഞിരിക്കുന്നു? ഏകദേശം 10-12 ദിവസം കൊണ്ട് നമ്മൾ കൊടുക്കുക 8 രൂപയാണ് നമ്മൾ അധികമായി നമ്മൾ 1 ലിറ്ററിൻ്റെ പുറത്ത് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. 10 ലിറ്റർ ആകുമ്പോൾ ഏകദേശം 80 രൂപ നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നു ഒരു യാത്രക്കിടയിൽ തന്നെ. നിലവിലുള്ള കണക്ക് പ്രകാരം 440 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അധികമായി എണ്ണവില വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പകുതിയെങ്കിലും കുറയ്ക്കാൻ, ഇതിൻ്റെ പകുതിയെങ്കിലും വേണ്ട എന്ന് വെക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് ഗീർവാണം വേണമെങ്കിലും അടിക്കാമല്ലോ അല്ലേ? ഭരണപക്ഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഒരു ഫേസ് മനസ്സിലാവുന്നത്.